ഹലോ ഫ്രണ്ട്സ്, നമ്മളിതേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാവരും കൂടെ ഗോവയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടൊക്കെ നിൽക്കുവാണ്. എല്ലാവരും, ഞാൻ റെഡി ആയിട്ടില്ല, ഇവരൊക്കെ അതാ റെഡി ആയിട്ട് കണ്ണാടി ഗ്ലാസ്സൊക്കെ വെച്ച് കുഞ്ഞാപ്പിൻ്റെ ഫ്രണ്ടത്തെ പല്ല് പോയില്ലേ? കുഞ്ഞാപ്പി കാണിച്ചോട്ടെ, അതിൻ്റെ ഉള്ളിൽ കാറ്റേറി പോയില്ലടാ. സോ അപ്പോൾ നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞതിൻ്റെ കോലമാണ് ദേ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതവിടെ മൊത്തം ഫുൾ അലമ്പാക്കിയിട്ടുണ്ട്. ഒരു പെട്ടി ഓൾറെഡി പാക്ക് ചെയ്തു, ഇനി കുറച്ച് സാധനങ്ങളും കൂടി ചെറിയൊരു ബാഗിൽ പാക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. സോ ഇതാണ് നമ്മുടെ പെട്ടിട്ടാ. ഇത്താക്ക മുണ്ടെടുത്ത് വയ്ക്കാനാ തോന്നുന്നു, മുണ്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മോള് അവിടെ നമുക്ക് ട്രെയിനിൽ കഴിക്കാനുള്ള ഇത് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നിഹൻ്റെ കണ്ണ് കാണിച്ചേ നോക്കട്ടെ. ഓ, കൊറിയൻ ഗേളാവാൻ നോക്കിയതാണോ? കണ്ണിൽ അവിടെ ചുവപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്തായാലും സ്കൂളിൽ പോകുമ്പോൾ അവളുടെ മേക്കപ്പ് സ്കിൽസ് ഒന്നും എടുക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. അപ്പോൾ ആറ്റുനോട്ട് കിട്ടിയതാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അവൾക്ക് പുറത്ത് പോകുന്ന സമയത്ത്. പ്രത്യേകിച്ച് പോകുന്നത് എവിടേക്കാണ്? ഗോവ. നിങ്ങൾ ആദ്യമായിട്ടല്ലേ കേരളം വിട്ടിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നത്? അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ? നീ എങ്ങടെ പോയിട്ടുള്ള കേരളം വിട്ടിട്ട്? കുഞ്ഞാപ്പി പോയിട്ടുണ്ട് കേട്ടോ തമിഴ്നാട്ടിലേക്ക്. തമിഴ്നാട്ടിൽ എവിടെയാ പോയത്? ചെന്നൈ. വെരി ഗുഡ്. ഒക്കെ ഓർമ്മയുണ്ടല്ലോ. 2 വർഷം മുമ്പ് പോയതാട്ടോ. നിങ്ങൾ പോയിട്ടില്ലല്ലോ? നിങ്ങൾ ആണല്ലേ? ഗോവയിൽ പോണെന്നുണ്ട്. സ്കൂളിലൊക്കെ പറഞ്ഞോ? ഒന്ന് കൺഫേം ആയില്ലാന്ന്. പോവാൻ ചാൻസ് ഉണ്ട്, പ്ലാൻ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ടിക്കറ്റ് ആക്ച്വലി ഇന്നലെ ആയിട്ടോ റെഡി ആയി. തത്കാലികൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് പോവാനായിട്ട്. ഇക്കൊക്കെ എക്സൈറ്റഡ് ആണോ? ഒരു മാസം മുമ്പ് എങ്ങനെ അറിഞ്ഞു? ആര് പ്ലാൻ ചെയ്തു? ചുമ്മാ പറയാട്ടോ. ആക്ച്വലി ഇത് എൻ്റെ ഒരു സർപ്രൈസ് പ്ലാൻ ആയിരുന്നു. പക്ഷെ അത് എൻ്റെ ഇടയ്ക്ക് ഇക്കാക്ക് പൊട്ടിച്ചു. പിന്നെ ആ സർപ്രൈസ് പ്ലാൻ മാറ്റിയിട്ട് ഞാനും ഇക്കാക്കും കൂടെ ആയി. പിന്നെ പിള്ളേർ ലാസ്റ്റ് മിനിറ്റ് ഒരു 2 ദിവസം മുമ്പാണ് അവരും അറിഞ്ഞിട്ടത്. ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ 2:15 നേത്രാവതിക്കാണ് നമ്മൾ പോകുന്നത്. 3 ടിക്കറ്റ് കിട്ടിയിട്ടുള്ളൂ. ഇനി 2 പേർക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അതിനിപ്പോൾ സാധാ ടിക്കറ്റ് എടുത്ത് കൺവെർട്ട് ചെയ്യാൻ വേണ്ടി നോക്കണം. കിട്ടുമോ എന്താ പ്രശ്നം എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇനിയും റെഡി ആവുക. പിന്നെ കുഞ്ഞാപ്പി, നിന്റെ ലവറിന്റെ പേരെന്താന്ന് പറഞ്ഞു? നിന്നെക്കാൾ എത്ര വയസ്സിന് മൂത്തതെന്ന്? 1 വയസ്സിന്റെ മൂത്തത്. നിനക്ക് നാണമുണ്ടോ? എന്ത് നാണം ഉണ്ടായിട്ടാണോ നീ 1 വയസ്സിന് മൂത്തതായിട്ടുള്ള കൊച്ചിനെ പ്രേമിക്കണേ? ആരെന്ത് എന്ത്? എവിടെ നോക്കടാ? എന്നെ നോക്കടാ നീ. എന്നെ നോക്കടാ. നിനക്ക് നാണം ഉണ്ടോ കുറച്ചെങ്കിലും? മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ലല്ലോ ഫുള്ളായിട്ട്. അപ്പൊ മുട്ടേന്ന് ഫുള്ളായിട്ട് വിരിഞ്ഞിട്ടില്ല നീ. അത് അവിടെ ഇവിടെയൊക്കെ തോട് പൊളിച്ചു കളയാനുണ്ട് ഇനിയും. ആ തോട് പൊളിച്ചു കളയാൻ വെച്ചിട്ടാണ് നീ പ്രേമവും കൂത്തൊന്നും വേണ്ട നടക്കണം അല്ലേ? നിനക്ക് ഉണ്ടാക്കൂ പ്രേമം? സിഗുവേ സാധനം? അക്കുന് സഹല. പിന്നെ എത്രണ്ണം ഉണ്ട്? അവന് എത്രണ്ണം ഉണ്ട്? 5 എണ്ണോ? കുഞ്ഞാപ്പിക്ക് അറിയോ എല്ലാ പേരും? എന്തൊക്കെയാ? സഹലയും പിന്നെ ഇനി നിന്റെ പറ നിഹാടെ നിഹാടെ. ആര്? ഹർഷദ്. പിന്നെ സാലിഹ. ഞാൻ വിചാരിച്ച സുഹേലാണ്. സാലിഹ്. പിന്നെ നിഹ. ഇനി വേറെ ആരാ? ഇതിലെത്ര പേര് തേച്ചു? നിനക്ക് ഇഷ്ടമൊന്നുമില്ല? ഈ സിഗ്മ എന്ന് പറഞ്ഞ സാധനം എന്താ? സാധനം എന്ത്? അല്ല, അതെന്ത് സാധനം സിഗ്മ? എന്ത്? അതെന്താ എനിക്ക് മനസ്സിലായി. അയ്യേ, എന്താ?
എന്താണ് പറയടാ, എനിക്ക് മനസ്സിലായില്ല. സിഗ്മ പറഞ്ഞ എന്താ? പെണ്ണിനെ തൊടൂല, വിർജിൻ. പെണ്ണിനെ തൊടൂലെന്നാ? ഒരു കൂട്ടൂല പെമ്പിള്ളാരെ. നീ സിഗ്മയാണെന്നാ? നീ പെമ്പിള്ളാരോട്ട് കൂട്ടില്ലാന്നോ? അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചാറ്റ് ചെയ്താര് നീയാന്ന് പറഞ്ഞ് ഞാൻ ചാറ്റ് ചെയ്താര്യാ? ആക്ച്വലി ഇവർ രണ്ടുപേരുടെ അക്കൗണ്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കണക്റ്റഡ് ആണ്. അപ്പൊ ഇവർ രണ്ടാൾക്കും അയക്കുന്ന മെസ്സേജുകളെല്ലാം ഞാൻ കാണുന്നുണ്ട്. ചില സമയത്ത് ഇവന്റെ പേരിൽ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടാ. എന്നിട്ട് നീ എന്താ പറഞ്ഞ? പെൺകുട്ടികളെ സിഗിമയാണ്. എവിടെ കൊണ്ട് സിഗിമ? എവിടെ കൊണ്ട് സിഗിമ? ഓ എനിക്ക് വയ്യ. ഇതുങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇതൊരുത്തം വരുന്നത്, മുട്ടയൊന്നും മുളയ്ക്കാത്ത. അപ്പൊ നമ്മളെന്തായാലും ഈ വീട്ടിലെ ഒരു എപ്പിസോഡ്, റെഡിയാവുന്ന എപ്പിസോഡും അതൊക്കെ ആയിട്ട് ഒരു എപ്പിസോഡ് ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി ട്രെയിനിൽ പോയിട്ട് ഇനി എന്താ സിറ്റുവേഷൻ എന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഒരു ട്രെയിൻ സെഗ്മെന്റ്, ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുമോ, ബാക്കി രണ്ടുപേരും എന്ത് ചെയ്യും, ഏത് ചെയ്യും, അത് എവിടെയാണ് കിട്ടുക, പിന്നെ നമ്മൾ ഈ ഒരു ദിവസമുള്ളൂ, നമ്മൾ ഉച്ചയ്ക്ക് കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എത്തും. അപ്പൊ ആ ഒരു ദിവസത്തെ നമ്മൾ എന്തൊക്കെ കഴിക്കുന്നത്, എങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നു, ഇപ്പൊ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവരുടെ ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ വരും. ഇപ്പൊ നമ്മളൊന്ന് ഡേ ഇൻ അവർ ലൈഫ് അത് തന്നെയാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ പോവാണ്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. 2 വണ്ടിക്ക് ഇപ്പോൾ നമ്മൾ പോയിട്ട് നമ്മളവിടെ ആലുവയിൽ നമ്മൾ വണ്ടി വെക്കും. കാരണം തിരിച്ചു വരുമ്പോൾ രാത്രി റിട്ടേൺ വരുന്ന സമയത്ത് ഏത് ട്രെയിനിലാണ് വരിക എന്നൊന്നും അറിയില്ല. അപ്പോൾ അവിടെ തന്നെ വണ്ടി എടുത്ത് നമുക്ക് വന്നാൽ മതിയല്ലോ. അപ്പോൾ 2 വണ്ടിയിൽ നമ്മൾ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെക്കാൻ പോകണം. അപ്പോൾ അടുത്ത വ്ളോഗ്, ട്രെയിൻ വ്ളോഗ് എല്ലാവർക്കും കൂടെ കാണാം. അടിപൊളിയാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാകും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാ, പറ. സബ്സ്ക്രൈബ് എന്നാ കാണും. ലിങ്ക് ബട്ടൺ പിടിച്ച് പ്രസ് ചെയ്യാം. ഓക്കെ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ, ഇതുപോലത്തെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേഗം കാണാം കേട്ടോ.